ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ കുറച്ച് കക്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ചില സ്ഥലങ്ങളിൽ എരുന്തെന്നും അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നമ്മളിത് ഷെല്ലൊക്കെ കളഞ്ഞിട്ട് വാങ്ങിച്ചിരിക്കുന്ന കക്കയാണ് കേട്ടോ. കുറച്ചധികം കക്കയുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. കക്ക ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കക്ക ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് എളുപ്പവഴികളുണ്ട്. പക്ഷെ നമ്മൾ ആ എളുപ്പവഴിക്കൊന്നും പോകുന്നില്ല. നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്ത് കഴിക്കുന്നോ അത്രത്തോളം നല്ലതാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു കക്ക എടുക്കുന്നു. അതിൻ്റെ ഈ വീർത്ത് നിൽക്കുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് വരും. കക്ക കാഷ്ടം എന്നൊക്കെ അതിനെ പറയും. അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞാൽ ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും. ചെറിയ കക്കയ്ക്കൊന്നും ഇത്രയും ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ക്ലീൻ ചെയ്യാതെ കഴിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ കക്കയുടെ ക്ലീനിങ് ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ എന്തായാലും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. വെള്ളത്തിൽ കണ്ടോ, ഇതുപോലെ വെള്ളത്തിലൊരു വൈറ്റ് കളറാണ് വരുന്നത്. നമ്മളൊരു 4-5 വട്ടമൊക്കെ കഴുകി കഴിയുമ്പോൾ ആ കളർ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ ഫുൾ കക്കയും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.